الحمد لله الذي نزل الفرقان على عبده ليكون للعالمين نذيرا أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ കൽപ്പനകൾ, നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും സംസാര സന്ദർഭങ്ങൾ ജീവിതത്തിൽ വ്യത്യസ്തമാണ് എന്നത് നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള വിഷയമാണ്. പലരോടും പല ശൈലിയിലാണ്, വ്യത്യസ്ത രൂപത്തിലാണ് നാം ഓരോരുത്തരും സംസാരിക്കാറുള്ളത്. സംസാരിക്കേണ്ടതായ സാഹചര്യങ്ങളും ആ നിലക്കുള്ളതായിരിക്കും. യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും മതനിർദ്ദേശങ്ങളെ പരിഗണിച്ച് മുഖവിലക്കെടുത്തുകൊണ്ട് പോകേണ്ട ബാധ്യത അനിവാര്യമായതിനാൽ ഈ കാര്യത്തിലും, അഥവാ കുടുംബത്തിലും സമൂഹത്തിലും മറ്റു മേഖലകളിലുമൊക്കെ പലരോടും നമുക്ക് സംസാരിക്കേണ്ടി വരുമ്പോൾ, സംവദിക്കേണ്ടി വരുമ്പോൾ, അവരോട് കാര്യങ്ങൾ തുറന്നു പറയേണ്ടതായ സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ് അത്തരം സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്? വിശുദ്ധ ഇസ്ലാം കൃത്യമായ അധ്യാപനം, ആർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിലുള്ള മാർഗനിർദ്ദേശം ആ വിഷയത്തിലും നൽകിയിട്ടുണ്ട് എന്നതാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒരാളുടെ വ്യക്തിത്വം
അയാളുടെ കുടുംബപരമായ കാര്യം, സാമൂഹികമായ അയാളുടെ ബന്ധം, ഇതിലൂടെയെല്ലാം അയാൾ സ്വായത്തമാക്കേണ്ട ഒരു സംസ്കാരം, ഒരു മര്യാദ, ഇത് നിർണയിക്കുന്നതിൽ പ്രധാന ഘടകമാണ് സംസാരം എന്നുള്ളത്. വളരെ വാചാലമായി നിർത്താതെ കേൾവിക്കാർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന രൂപത്തിൽ സംസാരിക്കുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ പറയുന്ന കാര്യങ്ങളിൽ വ്യക്തത വരുത്താതെ, പറയുന്ന കാര്യങ്ങളെ പൂർത്തിയാക്കാതെ സംസാരിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ ശബ്ദമുയർത്തി ഒരാളോടാണെങ്കിലും വളരെ അടുത്ത് സമീപത്തുള്ള ആളുകളോടാണെങ്കിലും മക്കളോടാണെങ്കിലും സഹപ്രവർത്തകരോടാണെങ്കിലുമൊക്കെ ശബ്ദമുയർത്തി ഉച്ചത്തിൽ സംസാരിക്കുന്ന ആളുകളുണ്ട്. എല്ലാവരോടും ഒരേ ശൈലി, ബാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ഭാര്യയാണെങ്കിലും ഭാര്യ കുടുംബക്കാരാണെങ്കിലും ഇനി സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും നാട്ടിലുള്ളവരാണെങ്കിലും എല്ലാവരോടും ഒരേ ശൈലിയിൽ സംസാരിച്ചു പോകുന്ന ആളുകളുണ്ട്. ചില ആളുകൾ മൗനികളാണ്, അവരൊന്നും മുണ്ടൂല, പറയേണ്ടതും പറയൂല, പ്രത്യേകിച്ചൊന്നും പറയൂല, മൗനം പാലിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും നിലപാട് മൗനത്തിലൂടെ പറയുന്ന, മിണ്ടാതെ പറയുന്ന ആളുകളും ഉണ്ട്. വിശുദ്ധ ഇസ്ലാം നമ്മളോട് വിലക്കിയ ചില ശൈലികളുണ്ട്. അതൊരിക്കലും നമ്മിൽ ഉണ്ടാകാൻ പാടില്ല. നമുക്കറിയാത്ത ഒരു കാര്യം, ഒട്ടും നമുക്കറിയില്ല, എന്താണ് ആ വിഷയം, തീരെ നമുക്കറിയില്ല, മിണ്ടാൻ പാടില്ല എന്നാണ്. അറിയാത്ത ഒരു കാര്യത്തിൽ ചാടിക്കയറി നീളമുള്ള നാവുകൊണ്ട് തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞ് വാചാലത കൊണ്ട് അറിവുള്ളവരായി ചമയുന്ന ആളുകളുണ്ട്. അത്തരക്കാരിൽ നാം ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ നാവിന്റെ നീളമല്ല അറിവിന്റെ അടയാളം, അത് മനസ്സിലാക്കണം. രണ്ട് ചുണ്ടുകൾക്കിടയിൽ അള്ളാഹു നാവെന്ന അനുഗ്രഹത്തെ ചിട്ടപ്പെടുത്തിയത് എന്തും വിളിച്ചു പറയാനല്ല. അള്ളാഹിന്റെ വിഷയത്തിലാകട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിലാകട്ടെ, ദീനിന്റെ ഏത് കാര്യത്തിലാകട്ടെ, അവന്റെ മനസ്സിൽ തോന്നിയത്, അവന്റെ ചിന്തയിൽ വന്നത് നാവ് കൊണ്ട് വിളിച്ചു പറയുക, അതൊരു മുസ്ലിമിന്റെ അടയാളം തന്നെയല്ല. മുസ്ലിം നാമധാരികളായ പലരും വാർത്താ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നാൽ അവരാണ് ഏറ്റവും വലിയ പണ്ഡിതന്മാർ. അവർക്കപ്പുറം പിന്നെ ഇസ്ലാമില്ല. ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടിയിൽ മെമ്പറായിരിക്കാം, അതിന്റെ കൊടി പിടിക്കുന്നവനാകാം, അല്ലെങ്കിൽ അതിനുവേണ്ടി വിയർപ്പെടുക്കുന്നവനാകാം, അതവന്റെ ഇഷ്ടം. പക്ഷെ അവൻ ദീൻ പറയരുത്. അവന് മതം പറയാനുള്ള ധാർമ്മികതയില്ല. എന്തുകൊണ്ട്? മതം പഠിച്ചിട്ടില്ല. പഠിച്ചവന് പറയാ, പഠിക്കാത്ത ഒരാൾ പറയാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം നോക്കൂ, നമ്മൾ ചെയ്യാത്തത് പറയരുത്. നമ്മൾ ചെയ്യുന്നില്ല, നമ്മൾ ഇങ്ങനെ കൽപ്പിക്കുക, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. നമ്മളൊരു കൽപ്പന യന്ത്രമായി മാറുക. നമ്മുടെ ജീവിതത്തിൽ അതില്ല. എന്നാലോ ചില കാരണങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങളുണ്ടാകും. അത് മതം നമുക്ക് ഇളവ് തന്ന കാരണങ്ങളായിരിക്കാം. ആ കാരണങ്ങൾ ഉണ്ടെന്ന് കരുതി നമ്മൾ ഒരാളോട് പറയാതിരിക്കാൻ പാടില്ല. സക്കാത്ത് കൊടുക്കാൻ കഴിയാത്ത ഒരാൾ, അയാൾക്ക് സാമ്പത്തിക ശേഷിയില്ല, പക്ഷേ സക്കാത്ത് കൊടുക്കേണ്ട രീതിയെപ്പറ്റി, അത് കൊടുക്കേണ്ട കാര്യങ്ങളെപ്പറ്റി അയാൾക്ക് അറിവുണ്ട്. അയാൾ ഒരിക്കലും ഞാൻ സക്കാത്ത് കൊടുക്കാത്ത ആളാണല്ലോ, അതുകൊണ്ട് ഇത് പറയാൻ പാടില്ല എന്നല്ല മനസ്സിലാക്കേണ്ടത്. സക്കാത്ത് കൊടുക്കാൻ അർഹതപ്പെട്ട, അതിന് ശേഷിയുള്ള ആളുകളോട് അയാൾ പറയണം, നിങ്ങൾ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്, നിങ്ങൾക്കതിന് ശേഷിയുണ്ട്. എന്തുകൊണ്ട്? ഇയാൾക്കതിന് ശേഷിയില്ല, പക്ഷേ ഇയാൾക്കത് പറയാനുള്ള ശേഷിയുണ്ട്. നിസ്കരിക്കാത്ത ഒരാൾ,
സുന്നത്ത് നിസ്കരിക്കാത്ത ഒരാൾ, അയാൾ ഇങ്ങനെ എല്ലാവരോടും സുന്നത്ത് നിസ്കരിക്കണം, സുന്നത്ത് നിസ്കരിച്ചില്ലെങ്കിൽ ദേഷ്യപ്പെടുക, എന്നാ ഇയാളോ നിസ്കരിക്കുന്നില്ല, അങ്ങനെ പാടില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ പറയുകയും വേണം, നമ്മൾ പ്രവർത്തിക്കുകയും വേണം. കാരണങ്ങളാൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങൾ നമ്മൾ കൽപ്പിക്കണം, പക്ഷെ നമുക്കതിൽ ഇളവുണ്ടാകും. എല്ലാവർക്കും എന്നല്ല, അങ്ങനെയുള്ളവർക്ക്. മൂന്നാമത്തെ ഒരു കാര്യം, നമ്മളോട് വിരോധിച്ചതുണ്ടാകും. ഇപ്പോ ഇസ്ലാം ഹറാം എന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മൾ പറയാ അതെന്ത് ഹറാമാ, അതൊക്കെ ഹലാലാണ്. അതേതെങ്കിലും മൗലവിമാർ, ഏതെങ്കിലും ഉസ്താദുമാർ ഹറാം എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ സ്വീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊരു സ്വാതന്ത്ര്യമല്ലേ, നമുക്കൊരു അവകാശമല്ലേ, നമ്മൾ ഇന്ത്യൻ പൗരനല്ലേ, നമുക്ക് ഭരണഘടന അനുവദിച്ചിട്ടില്ലേ, ആരെയില്ല എന്ന് പറഞ്ഞു, അതൊക്കെ ഉണ്ട്. പക്ഷെ അയാൾ എന്താകരുത്, ഇസ്ലാമിന്റെ ലേബലായി ചെയ്യരുത്. മനസ്സിലായുണ്ടോ? അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഭരണഘടന അനുവാദം കൊടുത്തിട്ടുണ്ട്, അയാൾ ഇന്ത്യൻ പൗരനാണ്, ഒക്കെ ശരിയാണ്, അതിനൊന്നും മതം എതിരല്ല. പക്ഷെ എന്താകരുത്, ഹറാമിനെ ഹലാലാക്കിയിട്ട് അതാണ് ഇസ്ലാം, മുസ്ലിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്ന അവസ്ഥ വിഡ്ഢിത്തമാണ്. അത് അള്ളാഹ് ഹറാമാക്കിയതിനെ അയാൾ ഹലാലാക്കലാണ്. അപ്പൊ അള്ളാഹ് ഒന്ന് നിഷിദ്ധമാക്കി, അത് നിഷിദ്ധമാണ്. അള്ളാഹ് ഒന്ന് അനുവദിച്ചു, അത് അനുവദിച്ചതാണ്. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അനുവദിക്കപ്പെട്ടതിനെ ഹറാമാക്കാനും ഹറാമായതിനെ അനുവദിക്കാനും പാടില്ല. ഇത് പ്രധാനമായും നാം വിലക്കപ്പെട്ട കാര്യങ്ങളാണ്. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് കുറെ ഉപദേശങ്ങൾ ഇങ്ങനെ കൊടുക്കുകയാണ്. വളരെ വിലപ്പെട്ട ഉപദേശങ്ങൾ ഇങ്ങനെ കൊടുത്തു. നിസ്കാരത്തെക്കുറിച്ച്, അതേപോലെ അള്ളാഹുവിന്റെ മാർഗത്തിലെ പ്രബോധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച്, ഓരോ കാര്യങ്ങളെക്കുറിച്ചും പഠിപ്പിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലാ ഉഖ്ബിറുക ബിമലാക്കി ദാലിക കുല്ലി, ഈ പറഞ്ഞ കാര്യങ്ങളുടെ മുഴുവനും കേന്ദ്രം, അതിന്റെ അധികാര ശക്തി ഏതാണ് എന്ന് ഞാൻ നിനക്കറിയിക്കട്ടെയോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ നിങ്ങൾ അറിയിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഅഖദ ബിലിസാനിഹി, അവിടുത്തെ നാവ് ഇങ്ങനെ പിടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന രീതി നോക്കൂ നിങ്ങൾ. നാവിന് പിടിച്ചു, സ്വന്തം നാവിന് പിടിച്ചിട്ട് പറഞ്ഞു, കുഫ്ഫ അലൈക ഹാദാ, കുഫ്ഫ അലൈക ഹാദാ മുആദേ, ഈ നാവിനെ പിടിച്ചു വെച്ചോ, ഈ നാവിനെ കെട്ടിയിട്ടോന്നാ. കുഫ്ഫ എന്ന് പറഞ്ഞാൽ കെട്ടിയിട്ടോന്നാ. ആ നാവിനെ നന്നായി നിയന്ത്രിച്ചോ. ഉടനെ ഒരു ചോദ്യം, നമ്മളൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം സ്വഹാബി അന്ന് ചോദിച്ചു, യാ നബിയല്ലാഹ് വഇന്നാ ലമുവാഖദൂന ബിമാ നതകല്ലമു ബിഹി, ഈ നാവ് കൊണ്ട് നമ്മളിങ്ങനെ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ പിടിക്കപ്പെടുമോ? വല്ലാത്തൊരു ചോദ്യമാണ്. ഹൗ, ഞാനാ പറഞ്ഞത്, പിന്നെ അതുകൊണ്ടാണ് ശിക്ഷ കിട്ടുമല്ലേ, എന്നാ അതെന്നെ മതിയല്ലോ. അങ്ങനത്തെ ചില വർത്താനുണ്ടല്ലോ ആൾക്കാർക്ക്. ഇത്ര പോകുന്നൊരു വാക്കാപ്പ ഞാൻ പറഞ്ഞത്, അപ്പോഴേക്കാണ് നരകം, എന്നാ നരകം കിട്ടിക്കോട്ടെ. കണ്ടോ, അങ്ങനെയാണ്, അത് മനുഷ്യന്റെ പ്രകൃതാണ്. മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവിന്റെ ദൂതരെ, ഈ നാവ് കൊണ്ട് വല്ലതും പറഞ്ഞു പോയാൽ അതിനു ശിക്ഷ ഉണ്ടോ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രയോഗം നടത്തി, അറബികളുടെ ഒരു പ്രയോഗം, സകിൽതക ഉമ്മക യാ മുആദ്, അത് അറബികളുടെ പ്രയോഗമാണ്. മുആദേ, എന്ത് വർത്താനാണ്, എന്ത് ചോദ്യമാണ് എന്ന നിലക്കുള്ള ഒരു പ്രയോഗം. എന്നിട്ട് പറഞ്ഞു, വഹൽ യകുബ്ബുന്നാസ് ഫിന്നാർ അലാ വുജൂഹിഹിം ഔ അലാ മനാഖിരിഹിം ഇല്ലാ ഹസായിദു അൽസിനതിഹിം, ആളുകൾ നരകത്തിലേക്ക് മുഖം കുത്തി വീഴുന്നാണ്, മൂക്ക് കുത്തി നെറ്റി കുത്തി അവർ നരകത്തിലേക്ക് വീഴും. എന്ത് കാരണത്താൽ? ഈ നാവിൻ തുമ്പിലൂടെ പുറത്തു വന്ന വാക്കുകൾ, ആ വാക്കുകളുടെ ഗൗരവം, അതിന്റെ അപകടം കാരണം നരകത്തിലേക്ക് നാളെ മുഖം കുത്തി വീഴുന്നവരാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇപ്പോഴും ഈ കാലഘട്ടത്തിലും നാവ് കൊണ്ടുള്ള പ്രയോഗങ്ങൾ നമുക്കുണ്ടാക്കുന്ന വേദനകൾ എത്രയാണ് അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കാണി. ആത്മാർത്ഥ സുഹൃത്ത്, കുടുംബത്തിലുള്ളവൻ, നമ്മുടെ സഹപ്രവർത്തകൻ, നമ്മളുമായി എപ്പോഴും ഇടപഴകുന്ന ഒരാള് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ പറയും, നീ ആ പറഞ്ഞത്, നീ അന്ന് പറഞ്ഞത് അത് വല്ലാത്തൊരു വർത്താനായിരുന്നു. എന്തേ? അത് നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു.
മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിച്ചു. ഈ വസ്തുത നമ്മെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്താ അറിയോ? ദുന്യാവിൽ നമ്മളെപ്പോലെയുള്ള നമ്മളുമായി ബന്ധമുള്ള ആളുകൾ വല്ലതും പറഞ്ഞാൽ നമ്മുടെ മനസ്സ് നോവുകയാണ്, മനസ്സ് വേദനിക്കുകയാണ്. സഹോദരങ്ങളെ, നാളെ പരലോകം നഷ്ടപ്പെടാൻ കാരണമാകുന്ന വാക്കുകൾ നമ്മുടെ നാവിൻ തുമ്പിലൂടെ പുറത്തു വന്നാൽ നരകം ഉറപ്പാണ്. മനസ്സിലായല്ലോ? എന്തുകൊണ്ട്? ഇവിടെ ദുന്യാവിൽ തന്നെ നമ്മുടെ മനസ്സ് വേദനിച്ചു, ദുന്യാവിൽ തന്നെ മനസ്സ് വേദനിച്ചു. അങ്ങനെയുള്ള ഒരു കാര്യം പരലോകത്തെ എത്ര ബാധിക്കും, എത്ര ഗൗരവത്തിൽ ബാധിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറാ ഔ ലിയസ്മുത്. അല്ലാഹുവിലും അല്ലാഹുവിന്റെ ദൂതരിലും ഈമാനുള്ളവരാണോ, ഷഹാദത്ത് കലിമ മനസ്സിൽ ഉറപ്പിച്ചവരാണോ? അത് വെറുതെ പറഞ്ഞ ആൾക്കാരെ പറ്റിയല്ല പറയണത്. ഷഹാദത്ത് കലിമ വെറുതെ പറയാൻ അതാരെ കൊണ്ട് കഴിയും? ഒരാൾക്ക് നമ്മളിങ്ങനെ അഷ്ഹദു അല്ലാ ഇലാഹ എന്ന് പറഞ്ഞു കൊടുത്താൽ അത് ഏറ്റുപാടാൻ ആർക്കും സാധിക്കും. പക്ഷേ മനസ്സിന്റെ അകത്ത് ഷഹാദത്ത് കലിമയുടെ വെളിച്ചം വീശിയിട്ടുണ്ടെങ്കിൽ അതാ സഹോദരങ്ങളെ ഈമാൻ എന്ന് പറഞ്ഞാൽ. നാവിൻ തുമ്പത്തല്ല, നമ്മുടെ കൈകളും കാലുകളും കണ്ണുകളും കാതുകളും ചലിക്കുന്നു എന്നതല്ല, മനസ്സിന്റെ അകത്ത് ഈമാനിന്റെ വെളിച്ചം എത്രയുണ്ട്, അതാണ് തെളിവ്. അതുള്ളവൻ ഒരിക്കലും ഇസ്ലാമിന് നേരെ ഒരക്ഷരമുണ്ടൂല. ഇസ്ലാം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകളെ വേട്ടയാടുകയില്ല, വേദനിപ്പിക്കുകയില്ല. അവൻ ആരാകട്ടെ, ഏത് കസേരയിൽ ഇരിക്കുന്നവരാകട്ടെ, ഈമാൻ മനസ്സിലുള്ള ഒരു മുസ്ലിമാണോ അവന്റെ നാവിലൂടെ അത് വരൂല. അല്ലാത്തവൻ എന്തും പറയാ, പേരുകൊണ്ട് മുസ്ലിമായി അല്ലെങ്കിൽ വേഷം കൊണ്ട് മുസ്ലിമായി നടക്കുന്നവന് എന്തും പറയാ, എന്തും വിളിച്ചു പറയാ, അതിന് യാതൊരു സംശയവുമില്ല. അത്തരക്കാരെ നമ്മൾ കരുതിയിരിക്കണം. അവരുമായി ബന്ധപ്പെട്ട വാർത്തകളും മറ്റുമൊക്കെ നമ്മിലേക്ക് വരുമ്പോ നമ്മളിങ്ങനെ പുളകിതരാകാൻ പാടില്ല. ഇങ്ങനെ പറയേണ്ടത്, ആൺകുട്ടിയാണിവൻ, ചൊണക്കുട്ടിയാണിവൻ. അല്ല, അവൻ യഥാർത്ഥ വിഡ്ഢിയാണ്. ആ വിഡ്ഢിത്തത്തിന് നമ്മൾ ഒരിക്കലും കൈയടിച്ചു കൊടുക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ നോക്കൂ നിങ്ങൾ, 3 നിലക്ക് നമ്മുടെ സംസാരത്തെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അത് ഈ 3 കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ സഹോദരങ്ങളെ, ഒരു 99% പ്രശ്നങ്ങളും എന്ന് വേണ്ട 100% നമുക്ക് പ്രശ്നങ്ങളെ പരിഹരിച്ചു പോകാൻ പറ്റും. ഒരു സംശയവുമില്ല. ആ നിലപാട് കണിശമാക്കാൻ സാധിക്കണം. അതിലൊന്നാമത്തെ നോക്കൂ നിങ്ങൾ, മാന്യമായ വാക്കാണ്. മാന്യമായ വാക്ക് അതെവിടെ ഖുർആൻ പറഞ്ഞത് അറിയോ? ദുന്യാവിൽ നമ്മളുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ബാപ്പ ഉമ്മ മാതാപിതാക്കൾ, അവരോടുള്ള നമ്മുടെ സംസാരം എങ്ങനെയാകണം എന്ന് പഠിപ്പിച്ചപ്പോ ഖൗലൻ കരീമാ, ഖൗലൻ കരീമാ, മാന്യമായ വാക്ക് നിങ്ങൾ പറയണം. ആരോട്? സ്വന്തം ഉപ്പയോട്, സ്വന്തം ഉമ്മയോട് മാന്യമായ വാക്ക് പറയണം. എവിടെയാണെങ്കിലും, പരസ്യമാണെങ്കിലും രഹസ്യമാണെങ്കിലും ആർക്കു മുമ്പിലാണെങ്കിലും, നാട്ടുകാർക്കിടയിൽ ബാപ്പാനോട്, കൂട്ടുകാർക്കിടയിൽ ബാപ്പാനോട്, സ്കൂളിൽ ബാപ്പാനോട്, വീട്ടിൽ ബാപ്പാനോട്, ഉമ്മാനോട് ഒക്കെ നമുക്ക് സംസാരിക്കേണ്ടി വരും. അവിടെയെല്ലാം ഖൗലൻ കരീമ, അനുകമ്പയുള്ള മൃദുലമായ സ്നേഹം തുളുമ്പുന്ന വാത്സല്യം നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ മുഖത്തും വാക്കുകളിലും അതവർക്ക് ആസ്വദിക്കാൻ കഴിയണം. 4 ആളുകൾക്ക് മുമ്പിൽ എന്റെ മകനെ ഞാൻ തിരുത്തിയപ്പോൾ എന്നോടവൻ പെരുമാറിയത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് കരയുന്ന ഒരു ബാപ്പ, സങ്കടപ്പെടുന്ന ഒരു ബാപ്പ, അതാണ് സഹോദരങ്ങളെ ഇന്ന് നമ്മൾ കാണുന്നത്. കലാലയത്തിൽ, അതുപോലെ തന്നെ അങ്ങാടിയിൽ, കുടുംബത്തിൽ, സ്വന്തം വീട്ടിൽ ബാപ്പയോടും ഉമ്മയോടും കയർത്ത് ദേഷ്യപ്പെട്ട് അരിശത്തോടെ സംസാരിക്കുന്ന ഒരു കാലഘട്ടം പാടില്ല. ബാപ്പയുടെയും ഉമ്മയുടെയും പ്രായത്തിലുള്ള ആളുകൾ, മുതിർന്നവർ, അവരോടുള്ള സംസാരം മര്യാദയോടെ, സ്നേഹത്തോടെയായിരിക്കണം. ഏതൊരു സ്ഥലത്തും, ഏതൊരു സമയത്തും, ഏതൊരു സന്ദർഭത്തിലും അങ്ങനെയാകണം. അയാളാരെന്നോട് പറയാൻ? ഓന്റെ കാര്യം നോക്കിയ പോരെ? പറ്റൂല.
അയാൾക്കൊരു ആദരവ്, അയാൾക്കൊരു ബഹുമാനം കൊടുക്കണം. പ്രായമനുസരിച്ച്, പരിചയമനുസരിച്ച്. എന്റെ ബാപ്പയുടെ പ്രായമുള്ള, എന്റെ ബാപ്പയേക്കാൾ പ്രായമുള്ള, എന്റെ ബാപ്പയുടെ ഉറ്റ സുഹൃത്ത്, മുതിർന്നവരോടുള്ള സംസാര മര്യാദ അത് മാന്യമായ നിലക്കാകണം. നിങ്ങൾ ആലോചിക്കാനും ഈ ഒരു മര്യാദയെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ എത്ര ശതമാനം പ്രശ്നങ്ങളെ നമുക്ക് ലളിതമാക്കിയെടുക്കാൻ സാധിക്കും, അല്ലേ? ഇന്ന് നോക്കൂ നിങ്ങൾ, കോടതി വരാന്തകളിൽ, പോലീസ് സ്റ്റേഷനുകളിൽ കെട്ടിക്കിടക്കുന്നു. എന്താ കേസ്? മുതിർന്നവരും ചെറിയവരും ബന്ധപ്പെട്ട കേസുകൾ. കുടുംബത്തിലുള്ള പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ കെട്ടിക്കുമിഞ്ഞുകൂടി കിടക്കുന്നു. എന്തേ? മാന്യമായ വാക്ക് ഇല്ലാതെയായി. മാന്യമായ വാക്ക് ഇല്ലാതെയായി. അതാണ് ഇസ്ലാമിന്റെ ഇടപെടൽ. രണ്ടാമത്തെ വാക്ക് നോക്കുമെങ്കിൽ മനസ്സിൽ കൊള്ളുന്ന വാക്ക് പറയണം. മനസ്സിൽ തട്ടണം, മനസ്സ് വേദനിക്കണം. അങ്ങനെ തന്നെയാണ്. മനസ്സിൽ മുറിവേറ്റു എന്ന് കേൾക്കുന്നവന് തോന്നണം. അതാ ഖുർആൻ പറഞ്ഞത് ഖൗലൻ ബലീഗ, മനസ്സിൽ കൊള്ളുന്ന വാക്ക് പറയണം. അതാരോട് പറയണം? മുസ്ലിമിന്റെ വേഷം കെട്ടി ഇസ്ലാമിനെ തകർക്കാൻ അജണ്ടയൊരുക്കി നടക്കുന്ന കപടന്മാർ, അവിശ്വാസികൾ. ഇസ്ലാമിന്റെ പേര് പറയാ, മുസ്ലിം പേരാണ്, എന്നിട്ടോ കള്ളുകുടിക്കാൻ പോവുക, വ്യഭിചരിക്കാൻ പോവുക, പലിശക്ക് പോവുക, ആണും പെണ്ണും കോലം കെട്ട വേഷം കെട്ടുക, അല്ലേ? സ്വതന്ത്ര ചിന്തകളിലേക്ക് പോവുക. അത് മകനായാലും മകളായാലും അത് പറയണം, മനസ്സിൽ കൊള്ളണം. ബാപ്പ പറഞ്ഞുണ്ടല്ലോ, അതിന്റെ മനസ്സിൽ വല്ലാത്തൊരു അത് മുറിവെന്നെയാണ്. ഉണങ്ങാത്ത ഒരു മുറിവായി കിടക്കണം. ഖൗലൻ ബലീഗാണ് പറഞ്ഞത്. കപട സ്വഭാവം പേര് നടക്കുന്നവരോട് പറയണം, നിന്റെ ജീവിതത്തിൽ കപടതയുണ്ട്, നിന്റെ ജീവിതത്തിൽ ശിർക്കുണ്ട്, നിന്റെ ജീവിതത്തിൽ കുഫറുണ്ട്. പറയണം. അത് അവനെ നമ്മൾ അകറ്റലോ അവനെ എവിടേക്കെങ്കിലും പറിച്ചെറിയലോ അല്ല. അവനിൽ പേടിണ്ടാകണം. എടാ, ഈ ഹറാമായ പലിശ പറ്റൂലടാ, അത് പറ്റൂല, അത് ഈ ബാപ്പാക്ക് വേണ്ടട്ടോ പറയണം. ഈ ഹറാമായ മുതൽ കൊണ്ട്, ഈ പലിശ കൊണ്ട് വാങ്ങിയ വാഹനത്തിൽ ബാപ്പ കയറൂല. ലോൺ എടുത്ത് നീ ഉണ്ടാക്കിയ വീട്ടിൽ ബാപ്പ താമസിക്കൂല. ബോധ്യപ്പെടുത്തണം. വീട് വെക്കാൻ ലോൺ എടുക്കുക, അതിനെ ഹലാലാക്കുക, എന്നിട്ട് ആ ലോൺ വീട്ടാൻ വീട് വിൽക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കാൻ ഓരോരുത്തരുടെ അവസ്ഥ. കല്യാണം നടത്താൻ ലോൺ എടുക്കുക, പലിശ വാങ്ങും, പലിശ. അവരോടൊക്കെ പറയാൻ കഴിയണം, മനസ്സിൽ തട്ടുന്ന വാക്ക് പറയണം. അങ്ങനെ കുഴപ്പമില്ല, ഇജ്ജ് കുടുങ്ങിയിട്ട് എടുത്തല്ലേ, എന്താപ്പ ഞാൻ എന്നോട് പറയണു, അത് പറ്റൂല, അത് പറ്റൂ. അവിടെ നമുക്ക് പറയാൻ കഴിയണം, ഇത് ഹറാമാണ്, ഞാനിജും പഠിച്ചതല്ലേ, പറ്റൂലല്ലോ. നമുക്ക് പാകമായ നിലക്ക് പോരെ. അതിന് വരുന്നവർ വന്നാൽ മതി, അതിന് കൂടുന്നവർ കൂടിയാൽ മതി. നാട്ടുകാരെ ബോധിപ്പിക്കാൻ നമ്മൾ എന്തിനാ കടക്കാരനാകണത്? എന്തിനാ നമ്മൾ ഈ ഹറാമിന്റെ വഴിയിലേക്ക് പോകും? അതിന്റെ ആവശ്യമില്ലല്ലോ. ഉണ്ടോ? ആരെങ്കിലും നമ്മൾ നോക്കിയിട്ട് അഭിപ്രായം പറയാൻ വേണ്ടി നമ്മൾ കടക്കണി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതാണ് ഖൗലൻ ബലീഗ. ഏതൊരു തെറ്റിനോടും നമുക്ക് അതിശക്തമായ മൂർച്ചയേറിയ അതൊരു കൊള്ളണം മനസ്സിൽ. ഞാൻ ഈ പണി ചെയ്തത് കൊണ്ട് എന്റെ ഒരു ഉറ്റ സുഹൃത്തിനെ വിട്ടുപോയല്ലോ, ഓന്റെ അടുപ്പെനിക്ക് ഇല്ലാതായല്ലോ, ഇന്ന കുടുംബത്തിലേക്ക് കടത്തുന്നില്ലല്ലോ, ഇങ്ങനെ തോന്നണം. ഖൗലൻ ബലീഗ ഖുർആൻ പറഞ്ഞ കാര്യമാണ്. മൂന്നാമത്തെ വാക്ക് നോക്കൂ നിങ്ങൾ, വഖൂലു ഖൗലൻ സദീദ, ശരിയായ വാക്ക് പറയാം. ശരി, ഒരു മുസ്ലിമാണോ ഒരു വിശ്വാസിയാണോ സഹോദരങ്ങളെ, നമുക്ക് ഉറച്ചൊരു നിലപാടുണ്ടാകണം. നമ്മളിങ്ങനെ ആടി ഒലഞ്ഞ് അല്ലെ, ഒരു ഉണക്കച്ചുള്ളി പോലെ നമ്മളാകാൻ പാടില്ല. ഉണങ്ങി വറ്റി വരേണ്ട ഒരവസ്ഥയിൽ നമ്മൾ ഉണ്ടാകരുത്. നമുക്ക് കൃത്യമായൊരു നിലപാട് പറയാൻ സാധിക്കണം. എന്താണ് ഈ വിഷയത്തിലെ മതവിധി? അത് ഇതാണ്. അത് ആർക്ക് മുമ്പിലും പ്രകടിപ്പിക്കാൻ കഴിയണം. എന്താ ഈ പേടി? എന്താ? നമ്മളിങ്ങനെ കല്യാണത്തിന് പോകുമ്പോ ഒരു വേഷം, പള്ളിയിലേക്ക് പോകുമ്പോ വേറെ വേഷം, സ്കൂളിലേക്ക് പോകുമ്പോ വേറെ വേഷം, ഇങ്ങനെ ജീവിതത്തിൽ 10 സന്ദർഭങ്ങൾ ഒരു ദിവസമുണ്ടെങ്കിൽ 10 സ്വഭാവങ്ങൾ എന്നല്ല. ഇസ്ലാം പഠിപ്പിച്ചു 10 സന്ദർഭങ്ങളിലും നിനക്കൊരു സ്വഭാവമേ പറ്റുള്ളൂ. അത് മരണ വീട്ടിലും കല്യാണ വീട്ടിലും അങ്ങാടിയിലും അടുക്കളയിലും എവിടെയും സ്വഭാവം ഒന്നാണ്, സാഹചര്യങ്ങൾ വേറെയാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വഭാവങ്ങളെ മാറ്റി നടക്കാൻ നമ്മൾ വർണ്ണക്കടലാസൊന്നും അല്ലല്ലോ, ആണോ?
അങ്ങനെ മിന്നിത്തിളങ്ങാൻ അല്ല. നമുക്ക് സാഹചര്യങ്ങൾ പലതാണ്. നമ്മൾ ഒറ്റക്കാകും, ഒരുമിച്ചാകും, എങ്ങനെയാകാം. പക്ഷെ സ്വഭാവം ഒന്നായിരിക്കണം. ആ സ്വഭാവം ഏതാണ്? അത് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ച വളരെ തങ്കപ്പെട്ട, വളരെ തിളക്കമുള്ള ഒരു സ്വഭാവം. അത് ഒരിക്കലും കളഞ്ഞു കുടിക്കാൻ പാടില്ല. അത് ആർക്കു മുമ്പിലും നമ്മൾ അടിയറവ് വെക്കാൻ, പണയ വസ്തുവാക്കി വെക്കാൻ പാടില്ല. അത് എവിടെയും വഖൂലു ഖൗലൻ സദീദാ, ഏത് പ്രയാസഘട്ടത്തിലും ഏത് പരീക്ഷണ ഘട്ടത്തിലും നമുക്ക് മാന്യമായ ശരിയായ ആ നിലപാട്, ആ വാക്ക് പറയാൻ സാധിക്കും. അത് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. ആളുകൾ എന്തേ പറയുള്ളൂ? അവന്റെ നിലപാടോൻ പറഞ്ഞു കഴിഞ്ഞു, ഇനി നമ്മൾ എന്തിനായാലും ഇടപെടുന്നു, കഴിഞ്ഞു. നിങ്ങൾ ആലോചിക്കാണ്, ഈ 3 തരത്തിലുള്ള സംസാരങ്ങൾ, ആ ശൈലികൾ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ കുടുംബരംഗത്തെ പ്രശ്നം പരിഹരിക്കപ്പെടും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, മാതാപിതാക്കൾ മക്കളും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒക്കെ പരിഹരിക്കപ്പെടുകയാണ്. രണ്ടാമത്തതോ സാമൂഹികമായ പ്രശ്നങ്ങൾ, അയൽവാസികൾ തമ്മിൽ, അതേപോലെ തന്നെ നാട്ടിലുള്ളവർ തമ്മിൽ, ഏത് രാഷ്ട്രീയ മേഖല, വിദ്യാഭ്യാസ മേഖല, സാംസ്കാരിക മേഖല, ഏതൊക്കെ മേഖലയിൽ ആളുകളുണ്ടോ അവരോടൊക്കെ സംസാരിക്കേണ്ട ശൈലി. മൂന്നാമത്തത് മതപരമായ ഒരു നിലപാട്. മതപരമായ കുറെ ആളുകൾ സമൂഹത്തിലുണ്ട്, പക്ഷേ നിലപാട് ഒന്നേ ആകണം. എല്ലാറ്റിലും കയറി ഇറങ്ങി നമ്മൾ പോയാലോ അതുകൊണ്ട് കാര്യമില്ല. അതാണ് വഖൂലു ഖൗലൻ സദീദാ, മാന്യമായ വാക്കാണ്, ശരിയായ വാക്കാണ് നമ്മൾ പറയേണ്ടത്. അത് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. അപ്പൊ മതരംഗത്തും സാമൂഹിക രംഗത്തും കുടുംബരംഗത്തും നമ്മുടെ സംസാര ശൈലി ഏത് രൂപത്തിലാകണം എന്ന് വിശുദ്ധ ഇസ്ലാം വരച്ച് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് കൃത്യമായി നമ്മൾ ഉൾക്കൊണ്ടാൽ സഹോദരങ്ങളെ, നാളെ നരകത്തിലേക്കുള്ള പോക്ക് തടയാനും ഇത്തരം നിലപാടുകളിലൂടെ സ്വർഗപ്രവേശനം സാധ്യമാക്കി തീർക്കാനും നമുക്ക് സാധിക്കും. അള്ളാഹു അതിനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പ്രത്യേകമായ സാഹചര്യത്തിലൂടെയാണ് നാം ഓരോരുത്തരും മുന്നോട്ട് പോകുന്നത്. നമ്മുടെ പൗരത്വം നിർണയിക്കപ്പെടുന്ന അല്ലെങ്കിൽ തീരുമാനിക്കപ്പെടുന്ന തരത്തിലുള്ള ഇടപെടലുകൾ മനുഷ്യവർഗത്തിന്റെ ശത്രുക്കളാൽ ഉണ്ടായി വന്ന ഒരു സാഹചര്യമാണ്. ഫാഷിസം അത് പ്രത്യേക രൂപത്തിലാണ് ഓരോ സമയങ്ങളിലും ഓരോ സന്ദർഭങ്ങളിലും ഇടപെടുക. ഇപ്പൊ നമ്മളൊക്കെ നിർബന്ധമായും പൂരിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ഫോം, അത് സാമൂഹിക ഉത്തരവാദിത്തമുള്ള ആളുകൾ നമ്മുടെ വീടുകളിൽ എത്തിച്ചിട്ടുണ്ടാകും. പല വീട്ടിലേക്കും വരുന്നേ ഉണ്ടാകുള്ളൂ. പല നിലക്കുള്ള ബേജാറും നമ്മുടെ മനസ്സിലുണ്ട്. ഏറ്റവും പ്രധാനം പ്രാർത്ഥനയാണ്. അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ പരിഹരിച്ചു കിട്ടാത്തൊരു കാര്യമല്ല. അപ്പൊ ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കുക, തവക്കുലാക്കുക, അള്ളാഹുവിൽ തവക്കുലാക്കി നമ്മൾ കാരണങ്ങളെ ശരിയാക്കുക. ഇപ്പൊ ഈ ഫോം പൂരിപ്പിക്കുക ഒരു കാരണമാണ്. നമ്മളിങ്ങനെ തവക്കുലാക്കിയിട്ട് എനിക്ക് ആ ഫോം ഒന്നും പൂരിപ്പിക്കാനാവില്ല, അതൊക്കെ ആരെങ്കിലും വേണമെങ്കിൽ പൂരിപ്പിച്ചോട്ടെ, പിന്നെ എനിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല, ആ വർത്താനല്ല ഇവിടെ വേണ്ടത്. അത് അള്ളാഹ് ഇഷ്ടപ്പെടുന്ന വർത്താനല്ല. കാരണം എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് തവക്കുലാക്കി നിങ്ങൾ കാരണങ്ങളെ ഉപയോഗപ്പെടുത്തണം. ഒരാൾക്ക് അസുഖം ഉണ്ടായി, എനിക്ക് ഡോക്ടറത്തൊന്നും പോകാൻ വയ്യാന്ന് പറഞ്ഞിരുന്നാൽ എന്താ? അയാൾ അസുഖം കൂടും, അയാള് വേറെ അവസ്ഥയിലേക്ക് മാറ്റപ്പെടും. അപ്പൊ ഇസ്ലാം പറഞ്ഞു രോഗിയായോ മരുന്ന് അന്വേഷിക്കണം, മരുന്ന് കുടിക്കണം എന്ന പോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ അനുവദിക്കപ്പെട്ട കാരണങ്ങൾ നമ്മൾ തേടണം. അപ്പോ കൃത്യമായി ആ ഫോമും കാര്യങ്ങളൊക്കെ പൂരിപ്പിച്ചു കൊടുത്ത് എന്താണോ നമ്മൾ ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ ചെയ്ത് റബ്ബിൽ തവക്കുലാക്കി നമ്മൾ ഇരിക്കണം. അത്തരം ആളുകളെ സഹായിക്കേണ്ട ഘട്ടങ്ങൾ ഉണ്ടാകും. അവരെ കൂടെ പോയിട്ടും, അതെ അവർക്കറിയാത്ത വീടുകൾ പറഞ്ഞു കൊടുത്തിട്ടും, അല്ലെങ്കിൽ ഈ ഒരു വീട്ടിലേക്ക് വന്നിട്ടില്ല, അപ്പൊ നമ്മളത് വിളിച്ചന്വേഷിച്ച് അവർക്ക് എത്തിച്ചു കൊടുക്കുക. ആൾ പേടിപ്പിക്കരുത്. ഈ സ്ത്രീകളും കുട്ടികളൊക്കെ പേടിക്കും, അതുപോലെ പ്രായമുള്ളവരൊക്കെ പെട്ടെന്ന് പേടിക്കും. അപ്പൊ ഇവിടെ പേടിപ്പിൽ നിർത്തലല്ല വേണ്ടത്, പരസ്പരം സഹകരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പോകുന്ന രീതിയാണ് ഇവിടെ വേണ്ടത്. അതെല്ലാവരും ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. മറ്റൊന്ന്, ഒരു പ്രധാനമായ 2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, നമുക്ക് നമ്മുടെ പരിചയത്തിൽ നമ്മുടെ പരിസരത്തൊക്കെയുള്ള
ഒരുപാട് അധ്യാപകരുണ്ടാവും. നമ്മുടെ മക്കളുമായി എല്ലായ്പ്പോഴും ഇടപെടുന്നവരാണ് അധ്യാപകർ. ഈ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ അറിയാത്തതാണ്. ഭയങ്കരമായ പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്, കുടുംബപരമായിട്ടും അല്ലാതെയൊക്കെ. ഇപ്പൊ അധ്യാപകർ ചെയ്യുന്ന ജോലികളിൽ പെട്ടതാണ്. ഇപ്പൊ സ്കൂളൊക്കെ വിടുന്ന നേരത്ത് അവർ റോഡിലേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ മക്കളെ വാഹനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. അധ്യാപകൻ അവന്റെ പണി കഴിഞ്ഞ പണി പോകാം, പക്ഷെ അവർ റോഡിലേക്ക് ഇറങ്ങിയിട്ട് ഈ മക്കളെ വരിവരിയായി ഇക്കരെ കടത്തി വാഹനത്തിൽ കയറ്റി ആ ബസ്സിൽ വരെ അവർ പോയി. ഇങ്ങനെയൊക്കെ അധ്യാപകർ നമ്മുടെ മക്കളെ കാര്യത്തിൽ ഇടപെടുകയാണ്. അപ്പൊ അവർക്ക് കുടുംബസമേതം കൂടിയിരുന്ന് ദീനിയായ കാര്യങ്ങളും മറ്റുമൊക്കെ കേൾക്കാനും പഠിക്കാനുമുള്ള അവസരങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഞായറാഴ്ച പട്ടാമ്പി ആമയൂരിൽ വെച്ച് ഒരു പകൽ നീണ്ടു നിൽക്കുന്ന വലിയ ഒരു വൈജ്ഞാനിക സംരംഭം അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ മക്കളോ അല്ലെങ്കിൽ മരുമക്കളോ പേരക്കുട്ടികളോ പരിചയത്തിലുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഞായറാഴ്ച രാവിലെ അവരവിടെ എത്തിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകണം. അതുപോലെ ഇന്ന് പാണ്ടിക്കാട് വെച്ച് പീസ് റേഡിയോ എന്ന് പറയുന്ന നമ്മുടെ സംവിധാനത്തിന്റെ പുതിയ കോഴ്സുകൾ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു സംരംഭം ഇന്നവിടെ നടക്കുന്നുണ്ട്. പാണ്ടിക്കാട് വെച്ചാണ്. അത് ഓൺലൈനിൽ ഉണ്ടാകും. അവിടെ എത്തിച്ചേരാൻ പറ്റുന്നവർ ആ നിലക്കും പങ്കാളികളാകണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. എല്ലാ നിലക്കും സാമൂഹികമായും വ്യക്തിപരമായും ഒക്കെ നമുക്ക് നന്മകളിൽ പങ്കാളികളാകാനുള്ള പല അവസരങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. അതെല്ലാം പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ അബദ്ധങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് മരണം വരെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും മതപരമായും കുടുംബപരമായും പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട്. അവരുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, മക്കൾ, വിശ്വാസികൾ, പണ്ഡിതന്മാർ, പ്രബോധകർ അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.